ഓം ശ്രീ ഗണേശാചാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണിയും, ദശകം 32, മത്സ്യാവതാരം. മഞ്ഞൊന്തരാവസാനത്തിൽ പ്രളയമുണ്ടായ നേരം ഉറങ്ങിയ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും 4 വേദങ്ങളും ഹയഗ്രീവൻ അപഹരിച്ചല്ലോ. അവിടുന്നു മത്സ്യമാകാൻ ഇച്ഛിച്ചുവല്ലോ. ദ്രാവിഡരാജനം സത്യവ്രതൻ നദീജരത്തിങ്കൽ സന്ധ്യാതർപ്പണം ചെയ്യുന്ന അവസരത്തിൽ കൈക്കൂടന്ന തന്നിൽ വീണു തിളങ്ങുന്ന മത്സ്യമായി സർവവ്യാപിയാകും ദേവൻ അവതരിച്ചു. കയ്യിലുള്ള മത്സ്യത്തിനെ ജലപാത്രത്തിങ്കലാക്കി ആശ്രമത്തിൽ അദ്ദേഹം കൊണ്ടുപോയല്ലോ. സർവശക്തനായ ദേവൻ കൂടത്തിലും പിന്നെ കിണർ അനന്തരം സരസിലും നിറഞ്ഞു നിന്നു. യോഗശക്തി കൊണ്ടു മുനി മീനിനെ കടലിലാക്കി പ്രണയദർശനത്തിനായി അപേക്ഷിച്ചപ്പോൾ 7 ദിനം കാത്തിരിക്കൂ എന്നു ചൊല്ലി മത്സ്യരൂപം എങ്ങോട്ടെന്നില്ലാതെ മെല്ലെ മറഞ്ഞുപോയി. ഭഗവാൻ ചൊല്ലിയ ദിനം അണഞ്ഞൊരാ സമയത്ത് ഭൂമിയെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി. കര കാണാത്ത ജലത്തിൽ സപ്തർഷികൾക്കൊപ്പം മുനി സത്യവ്രതൻ അവിടുത്തെ ശരണം തേടി. ഭൂമിയൊരു വഞ്ചിയായി അവരെല്ലാം അതിൽ കയറി ഭഗവാനെ അവിടുത്തെ കൽപ്പന പോലെ ഭയപ്പെട്ടു എല്ലാവരും. വഞ്ചിയുടെ ഇളക്കത്തിൽ ഭഗവാനോ മത്സ്യമായി പ്രത്യക്ഷപ്പെട്ടു. സത്യരൂപിയാകും തവ മത്സ്യരൂപം അത്യത്ഭുതം, സമുദ്രത്തിൽ മിന്നിത്തിളങ്ങുന്നതു കണ്ട് സത്യവ്രത സപ്തർഷികൾ ആനന്ദാശ്രു പൊഴിച്ചല്ലോ. മത്സ്യക്കൊമ്പിൽ നൗകയെയും ബന്ധിച്ചുവല്ലോ. ഭൂമിയാകും വഞ്ചിയെയും വലിച്ചല്ലോ ദേവദേവൻ. ഭൂമിപാലൻ സത്യവ്രതൻ സ്തുതി തുടങ്ങി. വിശ്വമാകെ രാജാവിനു കാണിച്ചു കൊടുത്തു ദേവൻ. വിഖ്യാതമം ജ്ഞാനത്തെയും ഉപദേശിച്ചു. പ്രളയാവസാനത്തിങ്കൽ നിലനിർത്തി മുനിമാരെ വൈവസ്വത മനുവാക്കി രാജാവിനെയും. വേദങ്ങളെ കട്ടെടുത്ത ഹയഗ്രീവൻ തൻ്റെ നേരെ വേദമൂർത്തിയാകും ഭവാൻ പാഞ്ഞടുത്തല്ലോ. ഹയഗ്രീവൻ തൻ്റെ മാറു പിളർന്നല്ലോ കൊമ്പിനാലെ വേദങ്ങളെ വീണ്ടെടുത്തു ദേവദേവേശൻ. സന്തുഷ്ടനാം ബ്രഹ്മാവിനു വേദങ്ങളെ സമർപ്പിച്ച സത്വഗുണരൂപായിനെ രക്ഷിക്കണമേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.